ചെറുതാഴം പഞ്ചായത്തിന്റെ ശുചിത്വ സന്ദേശ സംഗീത നാടകം ശ്രദ്ധേയമാക്കുന്നു. ശുചിത്വ ബോധവൽക്കരണ ജാഥയുമായി വിവിധയിടങ്ങളിൽ ശുചിത്വം മഹത്വം എന്ന നാടകം അവതരിപ്പിക്കുകയാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ജീവനക്കാരും ഹരിതകർമ്മസേന അംഗങ്ങളും ഉൾപ്പെടുന്ന സംഘം. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ പൂർണ്ണതയിലെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ചെറുതാഴം പഞ്ചായത്ത് അംഗങ്ങളുടെ ശുചിത്വ ബോധവൽക്കരണ ജാഥ പ്രയാണം ആരംഭിച്ചത്. പ്ലാസ്റ്റിക് കത്തിക്കുന്നതിന്റെയും വലിച്ചെറിയുന്നതിന്റെയും ദൂഷ്യഫലങ്ങളും മഹാവ്യാധികൾ പടരാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുമാണ് നാടകത്തിലൂടെ ഇവർ ഓർമ്മിപ്പിക്കുന്നത്. ചെറുതാഴം പഞ്ചായത്ത് അംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും ഹരിതകർമ്മ സേനാംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരുമാണ് നാടകത്തിൽ അണിനിരക്കുന്നത്. ലളിതമായ ഭാഷയിലൂടെ ജനങ്ങളിലെ മനസ്സുകളിൽ ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള ഒരു നാടകമാണ് നമ്മളിപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഹരിതകർമ്മസേന അംഗങ്ങൾ അതുപോലെ കുടുംബശ്രീ അംഗങ്ങളെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഹരിതകർമ്മസേന അംഗം എന്ന് പറഞ്ഞാൽ അവർ ഫീൽഡിൽ പോയിട്ട് ബാക്കിയുള്ള സമയത്താണ് നമ്മൾ ഈ പരിശീലനത്തിന് വരുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കിയിട്ട് എല്ലാവരും സൗകര്യം നോക്കിയിട്ടാണ് നമ്മൾ ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. നിത്യ ബാലകൃഷ്ണൻ, അമർചന്ദ് എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. ശുചിത്വത്തെക്കുറിച്ച് ജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കാനാണ് ഇത്തരമൊരു നാടകം അവതരിപ്പിക്കാൻ ജനപ്രതിനിധികൾ തന്നെ മുന്നിട്ടിറങ്ങിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പറഞ്ഞു. മാലിന്യമുക്ത ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സാമൂഹ്യ സംഗീത നാടകം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യമുക്ത നവകേരളം പദ്ധതി വിജയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഒരു ബോധവൽക്കരണ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നാടക പ്രവർത്തകനായ എം വി ചന്ദ്രനാണ് രചനയും സംവിധാനവും നിർവഹിച്ചത്. ഈ പരിപാടിയുടെ നിരന്തരമായ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഈ കലാപരിപാടിയും ഈ സാമൂഹ്യ സംഗീത നാടകവും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജ്ജം പകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജോൺസൺ പുഞ്ചക്കാട്, ജയൻ ഏഴോം എന്നിവരും പിന്നണിയിലുണ്ട്. ശുചിത്വ സന്ദേശവുമായി ഇനിയും വിവിധ വേദികളിൽ നാടകം അവതരിപ്പിക്കാനാണ് സംഘത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.